ഈസി ആണെന്ന് തോന്നുന്നു. നമുക്കിപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 9 ആണ്. ഇന്ന് ആദ്യം നമ്മൾ ഈ പോസ്റ്റർ അല്ലെങ്കിൽ അതുപോലത്തെ ഐഡിയാസ് നമുക്ക് ഈ ചാറ്റ് ജി പി ടി കൊണ്ട് തന്നെ ജനറേറ്റ് ചെയ്യാം. അതിന് മുന്നേ പറയുകയാണെങ്കിൽ നമുക്ക് ഈ നമ്മുടെ കോഴ്സിൻ്റെ അവസാന ഭാഗമാവാറായി. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒരു പ്രോജക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യമായിട്ട് ഈ ക്ലാസ് റൂം ഒരു യൂണിറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന യൂണിറ്റിന് അത് നിങ്ങളുടെ ഈ വരുന്ന അടുത്ത മാസത്തിൽ നിങ്ങൾ ഏത് ക്ലാസ് ആണോ എടുക്കുന്നത് ഏതെങ്കിലും ഒരു ക്ലാസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിലൊരു പോസ്റ്റേഴ്സ് ആവശ്യമുള്ള പോസ്റ്റർ എന്ന് പറയാം, നോട്ട് പറയാം, അതിൻ്റെ നോട്ട് വരാം, വർക്ക്ഷീറ്റ് നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ കുറേ വർക്ക്ഷീറ്റ് ഉണ്ടാക്കി പഠിച്ചിട്ടുണ്ട്. അതാണ് വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങൾ നമ്മൾ നോക്കും. നമ്മുടെ സാധാരണ ക്വസ്റ്റ്യൻസ്, നമ്മുടെ ഈ പരീക്ഷയ്ക്കൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സാമ്പിൾ എടുത്ത് വെച്ച് അതുപോലത്തെ ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മൾ തയ്യാറാക്കും. വീഡിയോ നമ്മൾ ഡേ 4-ലും ഡേ 5-ലും ഒക്കെ പഠിച്ചതാണ്. അതുപോലത്തെ ചെറിയ അബ്സ്ട്രാക്ഷൻ, പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട അബ്സ്ട്രാക്ഷൻ പിന്നെ ഓരോരുത്തരുടെ ഭാവന അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ടീച്ചർ സംസാരിക്കുന്ന പോലെയോ കുട്ടി സംസാരിക്കുന്ന പോലെയോ എന്തെങ്കിലും ഒന്ന് ചെയ്തു നോക്കും. ഇതിൽ ഏത് സംവിധാനങ്ങൾ ചെയ്യുമ്പോഴായിരുന്നാലും ഡൗട്ടുകൾ വരും. അത് ക്ലിയർ ചെയ്താണ് നമ്മൾ പോവേണ്ടത്. ഇന്ന് ആദ്യം നമുക്ക് ഈ ക്ലാസ് റൂം പോസ്റ്റർ എങ്ങനെ നമുക്ക് സെറ്റപ്പ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. P3 ഇതിൽ അസൈൻമെൻറ്റിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് ഈ 9, 1, 2, 3, 4, 5 ടോപ്പിക്. അതൊന്ന് അസൈൻമെൻറ്റ് ചെയ്ത് അതിനകത്ത് ആഡ് ചെയ്താൽ ഡേ 9 അസൈൻമെൻറ്റിൽ ഇട്ടിട്ടുണ്ട്. ഇവിടെ ക്ലാസ് വർക്ക് വന്നില്ലല്ലോ. ആ, അതാ ഇവിടെ കിടക്കും. എഡിറ്റ് സാറിന്റെ സ്ക്രീൻ അല്ല കാണുന്നത്, സാറിനെയാണ് കാണുന്നത്. സ്ക്രീൻ ഷെയർ ആണല്ല. ഷെയർ ആണ്, ഇത് ചെറുതായി ഇല്ല, ആണ് സ്ക്രീൻ കാണും. കാണുന്നുണ്ട്. അപ്പൊ കാണുന്നുണ്ട്. ടീച്ചർ അല്ല ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയ സ്ക്രീൻ ഷെയർ ആണ്. APM ഷെഡ്യൂൾ ചെയ്തെങ്കിലും കിട്ടണില്ല. എഡിറ്റ് ഓൾ സ്റ്റുഡൻസ് ഡൺ. 8 മണിക്ക് കാണത്തക്ക രീതി ഷെഡ്യൂൾ ചെയ്താണ്. അത് ഇപ്പം വന്നിട്ടില്ല. പുള്ളി പൊട്ടി. ഡൺ. ഭയങ്കര ശല്യമായില്ല. നമുക്ക് ഡേ 10 സമഗ്ര നോക്കാമേ. ഞാൻ സമഗ്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ഫസ്റ്റ് ബാച്ചുകാർക്ക് പറഞ്ഞു കൊടുത്തു. സമഗ്രയിൽ ടീച്ചിങ് മാനുവൽ അപ്ലോഡ് ചെയ്യുന്ന കൂലി. ഹാങ്ങല്ല. ക്രോം ഓക്കെ, ഇനി കുഴപ്പമില്ല. ഇതാണ് പ്രശ്നം പറ്റി. ടാസ്ക് മാനേജർ ഇനിയിപ്പോൾ ഒന്ന് ശരിയാക്കാൻ വേണ്ടി എന്തോ ഹാങ് കാണിക്കുന്നു. എക്സ്പ്ലോർ ക്രോം. എൻ്റെ ശബ്ദം ക്ലിയർ ആണോ? വോയിസ് കേൾക്കുന്നുണ്ടോ? ഹലോ.
ടീച്ചേഴ്സ് വോയിസ് ക്ലിയർ ആണ്. കേൾക്കുന്നുണ്ട്. ക്ലിയർ ഉണ്ട്. ഓക്കെ. ഇതാണ് പ്രശ്നം. ഈ റെക്കോർഡിങ്, കഴിഞ്ഞ ക്ലാസ്സിലെ റെക്കോർഡിങ് ഇങ്ങനെ കിടക്കുന്നതാണ് അത്ര ഹെവി അത് ആവുന്നു. ഉം. നമുക്ക് തുടങ്ങാം. അപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നു നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂം. ഗൂഗിൾ സ്ക്രീൻ ഓക്കെ ആണ്. സ്ക്രീൻ ഷെയർഡ് ആണ്. യെസ്, ഷെയർഡ് ആണ്. ഗൂഗിൾ എടുത്ത് ഗൂഗിൾ ക്ലാസ് റൂം കൊടുക്കുന്നു. ക്ലാസ് റൂം, ഗൂഗിൾ ക്ലാസ് റൂം വരുന്നു. B3 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 ഡേ 9 അസൈൻമെന്റ് മാത്രമേ വന്നിട്ടുള്ളൂ. അതാണ് പ്രശ്നം. കൂടുതൽ നേരത്തെ കഴിഞ്ഞിട്ട് 1 മണിക്കൂറായാലും കുഴപ്പമില്ലല്ലോ. ക്ലാസ് റൂം, ഗൂഗിൾ ക്ലാസ് റൂം എടുത്ത് B3 ഇങ്ങനെ ഒളിച്ച് കിടക്കുകയാണ്, അതാണ് വരാറ്. ഇതാണ് സാർ ഡേ 9 അസൈൻമെന്റ് ഡേ 9. എന്ത് കാരണം വരിയിൽ വരുന്നില്ല? ഒരു പുതിയ ഡേ 9 ഉണ്ടാക്കുക, എല്ലാം നടക്കണം. Ctrl+C. ഡേ 9ന്റെ പുതിയ ഒരെണ്ണം ഉണ്ടാക്കാം. ക്രിയേറ്റ് മെറ്റീരിയൽ ഡേ ന്യൂ പോസ്റ്റർ അപ്ലോഡ് ബ്രൗസ് ഡോക്യുമെന്റ്സ്. ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ക്ലാസ് റൂമിൻ്റെ ആവശ്യമുള്ള ഒരു ഇതാണ്. ഏതെങ്കിലും ഒരു ക്ലാസ് റൂം നമുക്ക് എടുക്കാം. എടുത്തിട്ട് അതിൻ്റെ ഒരു ടെക്സ്റ്റ് നമ്മൾ കൊടുത്ത്, ടെക്സ്റ്റ് കൊടുക്കാം, ടീച്ചിങ് മാനുവൽ കൊടുക്കാം. ആ പാഠഭാഗത്തെക്കുറിച്ച് പറയുന്ന ഏത് സാധനമായാലും മതി. ഞാൻ ടെക്സ്റ്റാണ് കൊടുക്കുന്നത്. ടെക്സ്റ്റാണ് എടുത്തു വെച്ചത്. യൂണിറ്റ് 1. ഓക്കെ, ആ ടെക്സ്റ്റ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആ പ്രോംപ്റ്റും വന്നു. പോസ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പം എന്നോടൊപ്പം ചെയ്യുന്നവർക്ക് ചെയ്യാമേ. ഈ ഡേ 9 ന്യൂ എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ഇത്. ഇത് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്യുമ്പോൾ നോക്കട്ടെ. ന്യൂ അതെ, ന്യൂ ഡേ 9 ന്യൂ. ഈ ഡേ 9 ന്യൂ ഇല്ല, പോട്ടെ. യെസ്, അപ്പം നമുക്കന്ന് തുടങ്ങാം, ചെയ്യാം. എൻ്റെ പ്രോംപ്റ്റ് ആദ്യം കോപ്പി എടുക്കുക.
ചാറ്റ് GPT, Unit 1. ഓക്കെ, അപ്പോൾ അത് അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി സെൻഡ് പ്രോംപ്റ്റ് കൊടുത്തു. മെമ്മറി ഓഫ് ChatGPT on reference post memories or create new memories from that chat. എനിവേ ഞാൻ കൊടുത്ത പ്രോംപ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ ഇതിനകത്ത് ഈ ക്ലാസ് നമ്മളൊന്ന് മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. സബ്ജക്റ്റ് ഞാൻ കൊടുത്തിട്ടില്ല, കാരണം ഇവിടെ അതിനകത്ത് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് കൊടുക്കാത്തത്. ചില സമയത്ത് അങ്ങനെ ഇഷ്യൂ വരികയാണെങ്കിൽ നമ്മൾ അടുത്ത് കൊടുക്കുമ്പോൾ ഈ ക്ലാസ്സും സബ്ജക്റ്റും ചാപ്റ്റർ നെയിമും ഒക്കെ അങ്ങനെ കൊടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതൊരു കോമൺ പ്രോംപ്റ്റ് ആണ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതിനകത്ത് പറഞ്ഞ സാധനം ഇതാണ്: ക്രിയേറ്റ് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷണൽ ചാപ്റ്റർ ബേസ്ഡ് ലേണിംഗ് ഇമേജ് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് പറയാണ്. മെയിൻ ലെസൺ ഇലിസ്ട്രേഷൻ ഉണ്ടാവണം, ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് അതിനകത്ത് വേണം, ലെസൺ നോട്ട്സ് കൊണ്ടുവരണം, പിന്നെ സ്റ്റുഡൻസ് ഫ്രണ്ട്ലി എഡ്യൂക്കേഷണൽ ഡിസൈൻ കൊണ്ടുവരണം. ലേഔട്ട് എന്ന് പറഞ്ഞാൽ ക്ലീൻ മോഡൽ എഡ്യൂക്കേഷണൽ പോസ്റ്റ് ടൈപ്പ് ആയിരിക്കണം. വർക്ക്ഷീറ്റ് ലേഔട്ട്, ആസ്പെക്ട് റേഷ്യോ, വെർട്ടിക്കൽ A4 എഡ്യൂക്കേഷണൽ പേജ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൻക്ലൂഡ്, ഇതിനകത്തുനിന്ന് ആവശ്യമില്ലാത്തൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള മാത്രം എടുക്കണം, ആവശ്യമില്ലാത്തൊക്കെ എടുത്ത് മാറ്റണം പ്രോംപ്റ്റിൽ. ആവശ്യമുള്ള മാത്രം വെച്ച് ഞാൻ കുറച്ച് കൂടുതൽ മനഃപൂർവ്വം ആഡ് ചെയ്തതാണ്, ആവശ്യമില്ലാത്ത ഒഴിവാക്കാൻ വേണ്ടി. അപ്പോൾ ഹണി ബി എന്ന് പറയുന്ന ഒരു ഇതാണ് വന്നത്. PDF അങ്ങനെ മാറിപ്പോയെന്തോ. ചാപ്റ്റർ 1 ഹണി ബി. ഞാൻ ഹോങ് ഹോങ് ടൂട്ട് ടൂട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തത്. വന്നത് ഹണി ബി ആണ്. ഹണി ബി ഇല്ലേ, ചാപ്റ്റർ ഏതായിരുന്നു നോക്കട്ടെ. ആ, ടെക്സ്റ്റ് ആയിരുന്നു. യൂണിറ്റ് 1 ടെക്സ്റ്റ്. അതിൽ ടെക്സ്റ്റ് ആണ്. ഓക്കെ, ഹണി ബീസ് എന്ന് ഇത് കണ്ടിട്ട് ആ കൊടുത്തതാണ്. കണ്ടോ, ഇത് കണ്ടിട്ട് അങ്ങനെ എടുത്തിട്ട്. അപ്പോൾ അത് കൊടുക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇതിനകത്തെ ക്ലാസ്സും സബ്ജക്റ്റും മെൻഷൻ ചെയ്യണമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒന്ന് കിട്ടി. ഒരിക്കൽ കൂടെ ഒന്ന് പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ടൊന്ന് കൊടുത്തു പോകാം. ഇപ്പോൾ ക്ലാസ് എന്ന് പറഞ്ഞതിൻ്റെ എടുത്തിട്ട് 1 സബ്ജക്റ്റ് ഹൈഫൺ കൊടുത്തിട്ട് ഇംഗ്ലീഷ്, ചാപ്റ്റർ നെയിം അപ്പോൾ അത്രയും കൂടെ ഒരിക്കൽ കൂടെ പ്രോസസ്സ് ചെയ്യണം. സെൻഡ് പ്രോംപ്റ്റ്. കിട്ടിയതെന്ന് ഒന്ന് നോക്കാം. tab.
ഇതെന്താണ് സംഭവം? ഒരു ഓഡിയോ കേൾക്കണം. നമ്മുടെ ക്ലാസ് റൂമിൽ നിന്ന് തന്നെ കേൾക്കണം. ആരോ മ്യൂട്ടോൾ ആരോ വർക്ക് ചെയ്യാണ് ഇതിൻ്റെ കൂടെ. അതല്ലേ ഞാൻ നോക്കണം. ഞാൻ പ്രതീക്ഷിക്കുക ഞാൻ കൊടുക്കാത്ത ശബ്ദം. ഹലോ. ഇവിടെ ചാറ്റ് ജി പി ടി ആണ് എന്നോട് സംസാരിക്കുക. ഓക്കെ. നിങ്ങൾ ആരെങ്കിലും വല്ലതും കേട്ടോ? ആ, ഓക്കെ. ഇപ്പോൾ ഈ കാണുന്നതാണ്. ഒന്ന് കേൾക്കാമല്ലോ അല്ലേ ടീച്ചേഴ്സ്? കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. ഓ ഓ. ഇതിനിടെ ഒരു തമാശയെ പറ്റി എൻ്റെ കൈ അറിയാതെ ഇതിൽ തട്ടിയിട്ടെ ചാറ്റ് ജി പി ടി എൻ്റെ അടുത്ത് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളതായിരിക്കും കേട്ടത്. ഞാനിത് എന്ത് സംഭവിക്കണമെന്ന് എനിക്ക് അത് മനസ്സിലായില്ല. പിന്നീട് അത് സാറേ അതിന്റെ മുകളില് ഫ്രഞ്ച് ഒരു സെന്റൻസ് ഉണ്ട്. ആ ആ. ഫ്രഞ്ചില്. ഓ അതെ, ഇതിൽ ഞാൻ അറിയാതെ പ്രസ് ചെയ്ത് അതാണ്. അതിങ്ങനെ എൻ്റെ ഞാൻ പറയുന്നത് തിരിച്ച് ഇങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ആ, ഫ്രഞ്ചിൽ ഒരു സെന്റൻസ് കണ്ടു ഇപ്പൊ മുകളില്. മുകളില് ആ, കുറച്ച് മുകളില്. ഇന്നാൻ ഇപ്പൊ നോ പ്രോബ്ലം മറ്റാൾ. അതിന് മുമ്പേ ഫ്രഞ്ചില് ദ കോഡ്. അതെ അതെ, ദ കോഡ് കണ്ടോ? റെസ്റ്റ്. കോളാ എവിടെ എനിക്ക് കണ്ടുകൂടാ. ദ കോഡ്. ഡി എ ഡി. ഇതിന്റെ മുകളിലാണ്. കണ്ടില്ല? ഡി ഡി എ കണ്ടു ഞാൻ അവിടെ. ദ കോഡ് അത് ഫ്രഞ്ചാണ്. റെസ്റ്റ്. നോക്കാം. ദാ ദാ ആ ദാ ദാ ദാ. അതാണ് ഡെക്കോഡ് ആ, ഡിയറസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്രഞ്ചിൽ അർത്ഥം? ഡെക്കോഡ് പറഞ്ഞാൽ ഓക്കെ എന്നുള്ള അർത്ഥം. ഓ, ടീച്ചർ ഫ്രഞ്ച് ടീച്ചറാണല്ലേ? അയ്യോ, അപ്പൊ ഫ്രഞ്ച് എന്താണോ ടീച്ചർ അല്ല, അങ്ങനെ വരാൻ കാരണം ഫ്രഞ്ചില്ലേ? എന്താ? ഫ്രഞ്ചില്ലേ ഇവിടെ ഒരു എന്നതാ. ഒരു സെക്കൻഡിൽ ഞാൻ ചിലപ്പോൾ നമുക്ക് ഉം. കിട്ടില്ല ആ, അങ്ങനെ എന്തോന്നോ പറഞ്ഞല്ലോ. അതെ അതാണ് അതിനെ അതെ. പ്രോംപ്റ്റ് കിട്ടിയത്. ഉം. അപ്പൊ അത് ഫ്രഞ്ച് ആയിരിക്കും ആ ഉം, വാക്ക്. ഉം. അപ്പൊ അത് ഫ്രഞ്ചുമായിട്ട് വല്ല കണക്ഷനും കാണുമായിരിക്കും. അതാണ് ഡെക്കോഡ് എന്ന് ഡെക്കോഡ്. പറയുമ്പോ ഓക്കെ എന്നുള്ള അർത്ഥമാണ്. ഓ, ഓക്കെ ഓക്കെ. എന്തായിരുന്നാലും നമുക്ക് ഇതിലോട്ട് കിടക്കാം. നമ്മുടെ ഹോങ്കോങ് ടൂട്ടിന്റെ ഞാൻ കൊടുത്ത കറക്റ്റ് പ്രോംപ്റ്റ് അനുസരിച്ച് ഇവിടെ ഒരു കറക്ഷൻ വന്നിട്ടുണ്ട്. ചാപ്റ്റർ 2 എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ബാക്കി ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് മിക്സ് ചെയ്താണ് കൊടുത്തത്. ഇത്രയും വേണ്ടെങ്കിൽ ഒന്ന് രണ്ടെണ്ണം ഒഴിവാക്കാം. ഒന്ന് രണ്ടെണ്ണം ഒഴിവാക്കി കൊടുക്കാം. MCQ ക്വസ്റ്റ്യൻ ഉണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് വേണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. എല്ലാം കൂടെ ഒറ്റ വർക്ക്ഷീറ്റിലായിട്ട് കിട്ടിയിട്ടുണ്ട്. നോട്ടും കൂടെയാണ് ഇതിൻ്റെ അകത്ത്. നോട്ടും കൂടെ ഉണ്ട്. ആ പർട്ടിക്കുലർ ടെക്സ്റ്റിൽ നിന്ന് നോട്ട്സും കൂടെ എടുത്ത് വച്ചിട്ടുണ്ട്. വൊക്കാബുലറി എടുത്ത് വെച്ചിട്ടുണ്ട്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് പ്രോംപ്റ്റ് നമുക്ക് ഇതിനകത്ത് നമുക്ക് തയ്യാറാക്കാൻ പറ്റണം. നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ പറ്റും. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ കയ്യിൽ എന്ത് സാധനം കിട്ടിയായിരുന്നാലും എന്ത് വർക്ക്, ഇനിയിപ്പോൾ ഒരുപാട് ഇതുപോലത്തെ വർക്കുകളൊക്കെ നമ്മുടെ ചുറ്റും നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരും. എല്ലാവരും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഏത് സാധനം കിട്ടിയിരുന്നാലും നമ്മുടേതായിട്ടുള്ള നോട്ടാക്കാൻ ഇപ്പം നമുക്ക് കഴിയും. എന്ത് ചെയ്യും? ഇതിനെ എടുത്തിട്ട് ചാറ്റ് ജി പി ടിയിൽ കൊടുത്തിട്ട് അതിൻ്റെ പ്രോംപ്റ്റ് തയ്യാറാക്കി തരാൻ പറയും. അപ്പോൾ അത് പ്രോംപ്റ്റ് തയ്യാറാക്കി തരും. ആ പ്രോംപ്റ്റിൽ ആവശ്യമില്ലാത്ത ഭാഗം നമ്മൾ കട്ട് ചെയ്യും. കട്ട് ചെയ്ത് ആവശ്യമുള്ളത് മാത്രം വെച്ച് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. ഇപ്പോൾ ഈ ചാപ്റ്റർ 2 എന്ന് പറയുന്നതിനെ എനിക്ക് 1 ആക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു സജഷൻ പറയാമോ ആർക്കെങ്കിലും ചാപ്റ്റർ 2 1 എന്ത് പ്രോംപ്റ്റ് കൊടുക്കണം? ആരും ഇല്ലേ? എഴുതിയ ടൂവിനെ വണ്ണാക്കി മാറ്റി എഴുതാനോ? അതെ. അത് വെറുതെ സിമ്പിൾ ആയിട്ട് ചേഞ്ച് ചെയ്ത നമ്പർ 2 ആസ് 1 എന്നൊക്കെ കൊടുത്താ പോരെ? മതിയല്ലേ? യെസ്, അതാണ് ആ, അതായിരുന്നു അതാണ്. ചോദിച്ചത്. നമ്മൾ സെറ്റപ്പ് ആയത് നോക്കിയത്. ഞാനും അതേപോലെ റീപ്ലേസ് എന്ന് പറഞ്ഞ് കൊടുത്തു. ചാപ്റ്റർ 2 to 1 എന്ന് പറഞ്ഞ് കൊടുത്തു. വരട്ടെ. അതിലധികം ഇത് ചെയ്യുന്നില്ല. എഡിറ്റ് കൊടുത്തിട്ട് ചെയ്യേണ്ടുന്നതായിരുന്നു ഏറ്റവും നല്ലത്. കാരണം അതിൻ്റെ ഇടയിൽ കുറച്ച് കോൺവെർസേഷൻ വന്നതുകൊണ്ട് അതിന്
ഐഡൻറ്റിഫൈ ചെയ്യുമോ എനിക്കൊരു സംശയമുണ്ട്. പിന്നെ അതിനകത്ത് പരിശോധിക്കുമ്പം വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു പർട്ടിക്കുലർ ടെക്സ്റ്റിനെ ഇത് റീഡ് ചെയ്ത് അതൊന്ന് പറയുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ചാറ്റ് ജി പി ടിയിൽ എന്തൊക്കെയോ കോൺവെർസേഷൻ പോകുന്നുണ്ട് തോന്നുന്നു അല്ലേ? എന്തൊക്കെയോ എഴുതി കാണിക്കുന്നു. ഉം. ഇപ്പൊ ഇതാണ് ഞാൻ കൊടുത്ത അതിനനുസരിച്ച് അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുക. വേറെ ആവാൻ സാധ്യതയില്ല. ഇവിടെ ബാക്കിയൊക്കെ ഇതൊക്കെയല്ലേ. റീപ്ലേസ് ചെയ്ത് തന്നേ. അപ്പോൾ അതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ കയ്യിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ സാധാരണഗതിയിൽ എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. നമ്മൾ എങ്ങനെയാണ് നിങ്ങളെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ ഫോണിൽ ഒരാൾക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അതിന് എന്ത് രീതിയാണ് സ്വീകരിക്കുന്നത്? നമുക്ക് ഇപ്പോൾ ബോർഡിൽ ഒരു കാര്യമുണ്ട്, ഒരു നോട്ട് എഴുതിയിട്ട് നിങ്ങളത് വാട്സാപ്പ് ഗ്രൂപ്പിൽ കുട്ടികൾക്ക് അയക്കുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും ചെയ്യുക? ഫോട്ടോ എടുത്തിടുവോ അതോ വേറെ എന്തെങ്കിലും വഴി ഉപയോഗിക്കാറുണ്ടോ? ഏത് രീതിയാണ് നിങ്ങൾ അവലംബിക്കുന്നത്? ഞാൻ മെസ്സേജിൽ ചെയ്യാറ് ഞാൻ ചെയ്യാറ് എന്താന്ന് പറയട്ടെ. പറയണം. ഫോട്ടോ എന്റെ കൈയക്ഷര അത്ര എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഫോട്ടോ അങ്ങനെ ഇടില്ല. അത് ഞാന് പിന്നെ നമ്മളെ ഈ ഗൂഗിൾ ഇമേജസ് ഉണ്ടല്ലോ, മറ്റേ ഗൂഗിൾ ക്രോമിൽ ഇമേജസിന്റെ അവിടെ കൊടുത്തിട്ട് അതിൽ നിന്ന് ടെക്സ്റ്റ് കോപ്പി ചെയ്തിട്ട് നമ്മുടെ നോട്ട് പാഡ് പോലെ ഉണ്ടല്ലോ മൊബൈല്, അതിൽ കോപ്പി ചെയ്ത് വെക്കും. എന്നിട്ട് അതിൽ നിന്ന് നോട്ടായിട്ട് ടീച്ചർ ശരിക്കും ഗൂഗിൾ ടെക്സ്റ്റ് ലെൻസ് മെസ്സേജ് ഉപയോഗിച്ച് അതിനെ ടെക്സ്റ്റ് ആക്കി മാറ്റി അതന്നെ ടെക്സ്റ്റ് ഗൂഗിൾ ആക്കിയിട്ട് ആ ലെൻസ് ഉപയോഗിച്ച് ടെക്സ്റ്റ് ടെക്സ്റ്റ് ആക്കി. ചെറിയ എഡിറ്റിംഗ് ചെയ്യേണ്ടി വരും ചിലപ്പോ. അത് പിന്നെ ഇമേജിൽ നിന്ന് വരുമ്പോൾ കറക്ഷൻ ഒക്കെ ഉണ്ടാവും. എന്നിട്ട് അത് പിന്നെ അങ്ങനെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് പോലെ ഗ്രൂപ്പിലിടും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് എനിക്ക് മൊബൈലിലാണ് കാണിച്ചു തരാനുള്ളത്. പക്ഷേ ഇതിലെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലിൽ നമുക്ക് ഞാൻ അവസാനം കാണിക്കും. അതായത് ഉദ്ദേശിച്ചത് ഞാൻ സ്കാനർ ഉപയോഗിക്കും. എൻ്റെ കയ്യിൽ ഫോണിലെ സ്കാനർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇടും. ഡോക്ക് സ്കാനർ എന്നാണ് അതിൻ്റെ പേര്. ആ ഡോക്ക് സ്കാനറിൽ ഞാൻ എന്ത് ചെയ്യും, എന്ത് സാധനമാണോ ഇതുപോലെ ചെയ്യാനുള്ളത് അതിനെ സ്കാൻ ചെയ്ത് എൻ്റെ ഫോണിലാക്കി PDF ഇമേജോ ആക്കി അത് അയച്ചു കൊടുക്കും. അത് അയച്ചു കൊടുക്കുമ്പോൾ സാധാരണ ഫോട്ടോ ഇടുന്നതിനേക്കാളും ക്ലാരിറ്റി ആയിരിക്കും. അത് ഇന്ന് നമ്മൾ കാണും. പക്ഷെ നമ്മുടെ ഈ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷമായിരിക്കും അത് കാണുന്നത്. കാരണം മൊബൈലിൽ ചെയ്യുമ്പോൾ റെക്കോർഡിങ് കിട്ടത്തില്ല. അപ്പോൾ അത് കാണിച്ചുതരാം. അങ്ങനെ ചെയ്ത ഒരു വർക്കാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. വേറൊന്നുമില്ല, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ഈ 2ാം ക്ലാസ്സിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ നമ്മുടെ കയ്യിലുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മറ്റൊരു വേർഷൻ നമ്മൾ തയ്യാറാക്കാൻ പോവുകയാണ്. അതെങ്ങനെ തയ്യാറാക്കിയെന്നുള്ളത് കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത്. ക്ലാസ് കഴിഞ്ഞിട്ട്, ഈ റെക്കോർഡിംഗ് സെക്ഷൻ കഴിഞ്ഞിട്ട് കാണിച്ചു തരും. കോഴ്സ് ഡേ 9 നോട്ട് ക്വസ്റ്റ്യൻ PD ഇതാണ്. ഇത് 2ാം ക്ലാസ്സിൻ്റെ കഴിഞ്ഞ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എടുത്തു തന്നേ ഉള്ളൂ. 2ാം ക്ലാസ്സിൻ്റെ
സിമ്പിൾ ക്വസ്റ്റ്യൻ ഇതായിരിക്കും. ഇത് നമ്മളെ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്ത് തരാം. വാട്സാപ്പിൽ വൈകുമെന്ന് തോന്നും. പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ വാട്സാപ്പ് ഇടാം, ഇല്ലെങ്കിൽ ക്ലാസ് റൂമിൽ ഇടാം. ക്ലാസ് റൂമിൽ ഇടാം. ബാച്ച് 3 ഡേ 9. യെസ്, എഡിറ്റ്, അപ്ലോഡ്. 2 ഇടുന്ന ഒരു നോട്ടും ഞാൻ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരു ലേബർ ഇന്ത്യ ഒരു ക്ലാസ്സിൻ്റെ. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചിടാം. നമ്മൾ ആദ്യത്തെ ദിവസം പറഞ്ഞ കാര്യം തന്നെ, നമ്മുടെ കയ്യിൽ ഒരു നോട്ടോ അതിലൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ മറ്റൊരു വെർഷൻ, അതിൻ്റെ മറ്റൊരു ക്ലോൺ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. പ്രൊസീജിയറൊക്കെ സെയിം തന്നെ, പറഞ്ഞത് സെയിം തന്നെ, ചെറിയ പ്രൊസീജിയറിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പുതുതായിട്ടൊന്നും നമ്മൾ പഠിക്കുന്നില്ല, പണ്ട് ചെയ്ത കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ PDF ആക്കി വെച്ച് അതിനെ അത് വെച്ചിട്ട് ഒരു റിയൽ ആയിട്ടുള്ള ഒരു സാധനം വെച്ചിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പർ ഇതാണ്, ഇനി നോട്ടും കൂടെ അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ള ടെക്സ്റ്റ് നോട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ നമ്മുടെ പ്രോജക്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡർ ടച്ചിൻ്റെ ഇതാണ് ഇരിക്കുന്നത്. ഇത് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതൊരു നോട്ടിൻ്റെ ലെയർ ഇന്ത്യയുടെ ഒരു സാധനം. അതവിടെ നിൽക്കണേ. നമുക്ക് ChatGPT തന്നെ എടുത്തിട്ട് ഈ PDF-നെ നമ്മൾ അതിനകത്തോട്ട് കൊടുക്കുകയാണ്. പ്രോംപ്റ്റ് ഒക്കെ വളരെ സിമ്പിൾ പ്രോംപ്റ്റ് ആണ്. ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. നമ്മൾ ഇപ്പോൾ ഒരു PDF നമ്മൾ ഇരിക്കുകയാണ്. നമ്മൾ ആദ്യം എന്തായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്? PDF ടു ഇമേജ് ടു ടെക്സ്റ്റ് എന്ന് കൊടുത്തതിന് പകരം PDF ടു ടെക്സ്റ്റ് ഫോർമാറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. നേരിട്ട് വേണമെങ്കിൽ കിടക്കാം, പക്ഷെ ഒന്ന് അറിയാനാണ്, നമുക്ക് വായിച്ച് നോക്കാൻ അതിനകത്ത് എന്താണ് കണ്ടന്റ് കിടക്കുന്നത് തന്നെ. ഇപ്പോൾ ഇമേജ് ഒഴിച്ചുള്ളതൊക്കെ നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടും. ഇപ്പോൾ ഇമേജ് ഒഴിച്ചുള്ള ബാക്കിയെല്ലാം 5 ആക്ടിവിറ്റി ഉണ്ട്. 5 ആക്ടിവിറ്റി നമുക്ക് ഇമേജ് ഒഴിച്ചുള്ളത് കിട്ടും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അതിനെ കോപ്പി എടുത്ത് കൊണ്ടുപോകും. ഇതിൻ്റെ മറ്റൊരു വെർഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അതിനകത്ത് താഴത്തെ പ്രോംപ്റ്റിൽ 1, 2, 3, 4, 5, 6 എത്ര വെർഷൻസ് വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിൻ്റെ മറ്റൊരു മോഡൽ തയ്യാറാക്കി തരണമെന്ന് പറഞ്ഞാൽ നമുക്ക് തയ്യാറാക്കി കിട്ടും. എന്നിട്ട് അത് ഗൂഗിൾ ഡോക്സിൽ നമ്മൾ, അല്ലെങ്കിൽ ക്യാൻവയോ, നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ടൂളിനകത്ത്. ക്യാൻവ ആണെങ്കിൽ അതിനകത്ത് തന്നെ ജനറേറ്റ് ചെയ്യാനുള്ള സംവിധാനം കൂടെ ഉണ്ട്. ക്യാൻവ എനിക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നി. മറ്റൊരു ടീച്ചർ പറഞ്ഞു അവർക്ക് വേർഡല്ലേ ചെയ്യുന്നതാണ് കൺവീനിയൻ്റ് ആണെന്ന് പറയും. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ഞാൻ ക്യാൻവയിലോട്ട് കൊണ്ടുപോകാൻ കാരണം എനിക്ക് അതിനകത്ത് നമ്മുടെ ഇമേജ് ജനറേറ്റ് ചെയ്ത് അതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് ക്യാൻവ പറയും. മറ്റ് പിള്ളേർക്ക് ഇതൊക്കെ ഇഷ്ടമാണല്ലോ, ഷേപ്പുകൾ, ഈ പിക്ചേഴ്സൊക്കെ. അപ്പം അതിനകത്ത് ക്രിയേറ്റ് എടുത്തിട്ട് A4 പ്രിന്റിങ് കൂടെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ A4 സൈസ് എപ്പോഴും കൊടുക്കുന്നത്. ഇതേ കാര്യം തന്നെ നോട്ടിലും ചെയ്യാം. A4. നമ്മുടെ ഇപ്പൊ നിലവിൽ എത്ര ബാച്ച് ഉണ്ട്? 8 ബാച്ചാണുള്ള. അല്ലെങ്കിൽ നമ്മുടെ ഈ ബാച്ചാണ് ശരിക്കും
നല്ല ആക്റ്റീവായിട്ടുള്ള ബാച്ചുകൾ, ചില ബാച്ചുകളൊക്കെ തീരെ ഡൗൺ ആയിട്ട് വരാണ്. അപ്പോൾ അത് നമ്മൾ ഇനി എനർജി ഇനിയുള്ള ദിവസം കുറച്ചും കൂടെ കൂട്ടണം. ഓക്കെ, എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ക്ലാസ് കഴിഞ്ഞിട്ട് ഓരോ പ്രവർത്തനങ്ങൾ നമ്മളിങ്ങനെ വരുമല്ലോ, നമ്മൾ ഐഡിയാസ് ഇങ്ങനെ വരും. ഐഡിയാസ് റിപ്ലൈ ചെയ്യുക, നിങ്ങൾ അത്രയും ചെയ്താൽ നിങ്ങൾ അതിൽ ചെയ്ത് വർക്കുകൾ ചെയ്ത് ഇടുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ ഇടാനുള്ള ഒരു ഇൻസ്പിറേഷൻ വരും. കാരണം ഞങ്ങളെ ഒരു സൈഡിൽ നിന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എയുടെ എന്ത് പുതുതായിട്ട് വരണാലും നമ്മൾ അതിനെ അക്വയർ ചെയ്ത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ മാറ്റം വരുത്തി അത് ഇതിനകത്ത് കൊണ്ടുവരും. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ് കഴിഞ്ഞിരുന്നാലും നമ്മളിങ്ങനെ ഓരോ ഗ്രൂപ്പുകളിൽ ഓരോ വർക്ക് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ചെയ്ത് ഇടുമ്പോഴത്തേക്കും അപ്പോൾ മനസ്സിലാകും ഇവർക്ക് താല്പര്യമുണ്ട്, അപ്പോൾ അവർക്ക് കൂടുതൽ കൊടുക്കാം എന്ന് തോന്നും. അപ്പോൾ ഈ ഗ്രൂപ്പ് എപ്പോഴും ലൈവ് ആയിരിക്കുക, ലെഫ്റ്റ് ആവാതിരിക്കുക, കിട്ടുന്ന പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് ചെയ്ത് ഇടുമ്പോൾ നമുക്കൊരു സന്തോഷം. സംശയങ്ങളൊക്കെ ചോദിക്കുക, F4 എടുത്തു അതായി സംശയങ്ങളൊക്കെ ചോദിക്കുക. ഇതാണ് സാധനം, ഇതിനകത്താണ് ഞാൻ കോപ്പി ചെയ്ത് കൊണ്ടുവരാൻ പോണം. ഇനി നമുക്ക് അടുത്ത ദിവസം ഈ സമഗ്ര ആണ് പറഞ്ഞു വെച്ചേക്കുന്നത്. സമഗ്രയും ഡൗട്ട് ക്ലിയറൻസും ആയിരിക്കും. പിന്നെ ഇതിനകത്ത് നിങ്ങൾ നോക്കി വെക്കണം ഇനി അടുത്ത് വരുന്ന ദിവസം എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്തു തരാമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഓരോ സാധനങ്ങൾ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് ക്ലാസ് പറ്റുമെങ്കിൽ അതങ്ങനെ നോക്കാം, ഇല്ല വീഡിയോ മതിയെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കാം. ഓക്കെ, അതിനെ ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തു, അവിടെ നിന്ന് എടുത്തതിനെ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. Wait. ഈ അലൈൻമെന്റ് ലെഫ്റ്റ് ഇതെല്ലാം ഒരിടത്ത് നിൽക്കത്തില്ല. ഇതിന് ഇങ്ങനെ വേർഡിൽ മുമ്പ് ഇങ്ങനെ ഉണ്ട്, ഓട്ടോമാറ്റിക് നമ്പറിംഗ് ഒക്കെ വന്ന് കിടക്കാൻ. കൺട്രോൾ എ. രണ്ട് പേജിലായിട്ട് പോകണം. കൺട്രോൾ എക്സ് കട്ട് ചെയ്തിട്ട് പുതിയ പേജ്, ആഡ് പേജ്, ടെക്സ്റ്റ് എടുത്തു, പേസ്റ്റ് ചെയ്തു. ഇങ്ങനെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് എടുത്തു വെക്കാം. ഓരോ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടാവും. വേർഡിൽ ഇങ്ങനെ കോപ്പി ചെയ്യുമ്പോൾ തന്നെ പേസ്റ്റ് ചെയ്യുമ്പോൾ പേസ്റ്റസ് സെയിം ഫോർമാറ്റ് കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞൊരു സാധനം അതിനകത്തുണ്ട് വേർഡിൽ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ട് വരില്ല. എവിടെ നിന്ന് കോപ്പി ചെയ്തോ അതേപോലെ തന്നെ വേർഡിൽ നമുക്ക് ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ല. ഇത് നമ്മൾ മെനക്കെട്ട് നന്നാക്കി എടുക്കണം. ഇപ്പോൾ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഇത് ഞാൻ അതേപോലെ ഇങ്ങ് കൊണ്ടുവന്നു. നമ്മൾ മാറ്റം വരുത്തിയില്ല. മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ എന്തിനാ മാറ്റം വരുത്താം. ഒന്നും വരുന്നില്ല മനസ്സിൽ. ക്രിയേറ്റ് മീ അനദർ വെർഷൻ of the same question. അതിൻ്റെ മറ്റൊരു വെർഷൻ തയ്യാറാക്കി തരാൻ പറയണം. അപ്പോൾ അതും കൂടെ നോക്കാമല്ലോ. ഇതിനെ ടെക്സ്റ്റ് ആക്കിയതാണ് ഈ കാണുന്നത്. ഇവിടെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിന് സമയം കൊടുക്കണം. ഇതിൻ്റെ മെമ്മറിയൊക്കെ ഓഫായി കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് അതിനുണ്ട്. നമുക്കപ്പോൾ ഇവിടെ എൻ്റെ ബാക്കി വർക്ക് നമുക്ക് ചെയ്യാം. നമ്മൾ ഈ ഇതിനകത്ത് എന്തൊക്കെയാണ് പറയണേ, ഇതിൻ്റെ സൈസ് 22ആണ്. നമുക്ക് 14 A4 സൈസിലേക്ക് ഫോണ്ടിൻ്റെയൊക്കെ ഒരു ആവറേജ് സൈസുകൾ എന്ന് പറയുന്നത് 14, 12 അതിലൊക്കെയാണ് വരണം. അതിനെ കട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവച്ച് അതിൻ്റെ ആവശ്യമുള്ള രീതിയിലൊക്കെ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ നമുക്കറിയാമല്ലോ ചെയ്യാം.
ഇപ്പോൾ ഈ ആദ്യത്തെ ചാപ്റ്ററിൽ ഒരു ബോയിയെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു പിക്ചർ നമ്മൾ എലമെന്റ്സ് എന്ന് പറയുന്ന ഇതിനകത്ത് കിടപ്പുണ്ട്. ഇതിനകത്ത് ജനറേറ്റും ചെയ്യാം, നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പം ബോയ് സിറ്റിംഗ് അണ്ടർ എ ട്രീ എന്ന് പറഞ്ഞ ആ ഇമേജിൽ കണ്ട അതിൻ്റെ നമ്മളെ ക്വസ്റ്റ്യനിൽ കണ്ട അതിൻ്റെ ഇല്ലുസ്ട്രേഷൻ ആണ് വേണ്ട. ഇപ്പോൾ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഇമേജുകൾ വരും. ഇങ്ങനെ നമുക്ക് പിക്ക് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഒരു ഗുണം അതാണ്. അപ്പോൾ സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ട ഇമേജ് നമുക്കിവിടെ ഇതും കൂടെ വെച്ച് വരുമ്പം ഇങ്ങനെ കളർഫുള്ളായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഇമേജും കൂടെ വെച്ച് കുട്ടികൾക്ക് ചോദ്യം കൊടുത്തു. ഇത് രണ്ടാമത്തെ പേജ് ആക്ടിവിറ്റി 2 റീഡ് ദ ഇൻസ്ട്രക്ഷൻസ് ബിലോ ആൻഡ് ഡെക്കറേറ്റ് ദ കേക്ക്. അപ്പോൾ കേക്കുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ നമുക്ക് അതിനകത്തൊരു കേക്കിൻ്റെ പടം കൊണ്ട് കേക്കിൻ്റെ ഇല്ലുസ്ട്രേഷൻ ഇല്ല ഡ്രോയിങ് എന്ന് കൊടുക്കാം. അപ്പോൾ കുട്ടികൾ വരയ്ക്കട്ടെ, അല്ല കളർ ചെയ്യട്ടെ. ഡ്രോയിങ് അപ്പോൾ കേക്കിൻ്റെ ഡ്രോയിങ് ഉണ്ട്. ഇതിൽ ജനറേറ്റ് എന്ന് പറയുമ്പോൾ ജനറേറ്റ് ചെയ്ത് കിട്ടും. ഒരെണ്ണം ജനറേറ്റും കൂടെ ചെയ്യിക്കാം. ജനറേറ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ AI നമ്മുടെ ഇതിനകത്ത് തന്നെ ജനറേറ്റ് ചെയ്ത് നമുക്ക് തരും. 4 ഇമേജ് ഉണ്ട്. 4 ഇമേജ് ഇവിടെ നിന്നും എടുക്കാം. ജനറേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വഴി നമുക്ക് എടുക്കാം. ഇത് ഫ്രീയിലും ഒക്കെ കിട്ടും കേട്ടോ. കേക്ക് ഡ്രോയിങ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കുമ്പോൾ എലമെന്റ്സ് നിന്നാണ് ഞാൻ എടുത്തത്. ഇങ്ങനെയൊക്കെ നമുക്ക് ഈ ക്യാൻവ ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് ജനറേറ്റ് കൊടുക്കാം. ഒട്ടുമിക്ക സാധനങ്ങൾ ഇതിനകത്ത് കിട്ടും. റിയൽ ഫോട്ടോസ് നമുക്ക് ഇതിനകത്ത് കിട്ടും. വീഡിയോസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും പ്രോ ആണെങ്കിൽ. അല്ലാതെ ഫോട്ടോസൊക്കെ ഇതിനകത്തുനിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്യാം. ഇതിനകത്ത് വന്നു ഡ്രോയിങ് എന്ന് കൊടുത്തപ്പോൾ ഇങ്ങനെ കിട്ടി. പിന്നെ നമുക്കിവിടെ ഉപയോഗിക്കാം. ഓക്കെ, ഇപ്പം ടീച്ചേഴ്സ് അതൊന്ന് നോക്കുക, ട്രൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് ടപ്പ് ചെയ്തിട്ട് ഔട്ട് എടുത്ത് ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തയ്യാറാക്കാം. ഇനി നോട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരെണ്ണം നമുക്ക് നോക്കണമല്ലോ. നോട്ട് ഞാൻ അറ്റാച്ച് ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. ടെൻഡർ ടച്ചിൻ്റെ ഇങ്ങനെ ഒരു നോട്ട് 3 പേജുള്ള ഒരു ടെൻഡർ ടച്ച് എന്ന് പറഞ്ഞ നോട്ട്. ഇത് നമുക്ക് ChatGPT വിളിക്കാം. ഒരു യെസ്. ഡൗട്ട്. അപ്പൊ നമ്മള് PDF എന്നാണല്ലോ അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് എടുത്തത്. ആ ആ അപ്പൊ നമ്മളിപ്പോ ഇത് എടുത്തിട്ട് വേറെ ആക്കി കൊടുക്കണം. എനിക്ക് അതിന്റെ ആ ഒരു പർപ്പസ് മനസ്സിലായില്ല. എന്താ ഇപ്പൊ ഇതിന്റെ ഒരു ഇത്? ഇപ്പൊ നമ്മൾ ആ PDF അങ്ങനെ നേരിട്ട് കൊടുക്കണതിന് പകരം ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കുമ്പോ പിക്ചർ ആഡ് ചെയ്യാമെന്നോ? എന്താണ് ഒരു ഗുണം? ഞാൻ ചോദിക്കട്ടെ. അതായത് ഇപ്പോൾ ടീച്ചർ കുട്ടി ക്ലാസ്സിലുണ്ട്. നമുക്ക് പരീക്ഷയ്ക്ക് കുട്ടിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുന്ന അതേ മോഡലിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, കുട്ടിയെ കൊണ്ട് നമ്മളത് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ, ആ ആ കുട്ടി പരീക്ഷ ഹാളിൽ പോകുമ്പം അടിപൊളിയായിട്ടിരുന്ന് കളിച്ച് ചിരിച്ചിട്ടൊന്ന് ചെയ്യൂലേ? അതെ. അപ്പൊ നമ്മൾ ശരിക്കുള്ള മോഡൽ കൊടുക്കാതെ ഇങ്ങനെ മാറ്റി കൊടുക്കണത് എന്തിനാണെന്നതാണ് മനസ്സിലാവാത്തത്. അതായത് അപ്പോൾ ശരിക്കും ഇപ്പൊ അതിന്റെ ഒരെണ്ണമല്ലേ നമ്മുടെ PDF കയ്യിൽ ഉണ്ടല്ലോ. കാണുള്ളൂ. ഒരെണ്ണമല്ലേ നമ്മളിപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ അതുപോലെ കൊടുക്കുമ്പോൾ ഒരെണ്ണേ കാണുള്ളൂ ആ അല്ലേ? ആ അതെ. 10 ദിവസം ഒരെണ്ണം അതിന്റെ കൊടുക്കാൻ പറ്റൂ? എന്നിട്ട് പറ്റൂ? അതില്ല. അപ്പൊ എന്താണ് ഇപ്പൊ അത്? അപ്പൊ ക്വസ്റ്റ്യൻസ് എനിക്ക് അതിന്റെ ഇങ്ങനെ PDF എടുത്തിട്ട് ഇതിലേക്ക് ആക്കിയിട്ട് കൊടുക്കണതിന്റെ ഉദ്ദേശം മനസ്സിലായില്ല വേറൊരു പറഞ്ഞത്. പകർപ്പുണ്ടാക്കുന്നു. അതിന്റെ മറ്റൊരു ഉം. രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്നു. ഒന്നിന്റെ ഒത്തിരി ക്വസ്റ്റ്യൻസ്. ആ കുട്ടി ആ ആ ക്വസ്റ്റ്യൻസ് എഴുതി ഉം, ശീലിക്കുക, ഉം. തറ ആവുക. ആ മനസ്സിലായോ? അതേ പിന്നീട് ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, മാറ്റി കൊടുക്കുന്നുണ്ട് അല്ലേ? അതെ. നമ്മൾ അതുകൊണ്ടാണ് വേറെ ടൈപ്പ് മാറ്റുന്നത്. ക്വസ്റ്റ്യൻസ് മാറ്റി മറ്റൊരു പകർപ്പ് 1, 2, 3, 4 പകർപ്പ് തയ്യാറാക്കി കുട്ടിക്ക് കൊടുക്കും. ഓക്കെ. അപ്പോൾ കുട്ടി അത് ചെയ്ത് പരിശീലിക്കും. അപ്പം പരീക്ഷാ ഹാളിൽ അത് മനസ്സിലായി. സ്കൂളായിട്ടിരുന്ന് പരീക്ഷ ചെയ്തു. ഐഡിയ മനസ്സിലായോ? നമുക്ക് ഓക്കെ. ഇവിടെ മാറ്റി ഇല്ലാത്ത അതാണ്. കൊടുക്കുന്നുണ്ട്. നമുക്ക് ഞാൻ പെട്ടെന്ന് ഇത് സെയിം ക്വസ്റ്റ്യൻ തന്നെ അങ്ങനെ ഒരേ കൊടുത്താൽ പോരെ, പക്ഷെ അത് ഒരെണ്ണേ അതല്ല കിട്ടുള്ളൂ. കൊടുത്താ പോരെന്നല്ലേ? പിന്നെ PDF മാറ്റിയിട്ട് ഈ ക്യാൻവയിൽ കൊണ്ടുപോയിട്ട് എന്തിനാണ് കൊടുക്കുന്നത് അതെ. അത് എന്നുള്ളതാണ്. എനിക്ക് ഇവിടെ അബദ്ധം പറ്റിയതാണ്. ഞാൻ ഉദ്ദേശിച്ച സാധനം വേറൊരു കോപ്പി ഇവിടെ കൊണ്ടുവരണമെന്നുള്ളതായിരുന്നു.
ടീച്ചർ ചോദിച്ചത് ആ നന്നായി. ആ ശരിക്കും ഞാൻ ചെയ്യേണ്ടിയിരുന്ന രണ്ടാമത് ഞാൻ ചെയ്തല്ലോ, അതിനെ മാറ്റി വേറൊരു ആ വെർഷൻ ആ തയ്യാറാക്കിയല്ലോ. ഓക്കെ. ആ ആ വെർഷനായിരുന്നു ഇവിടെ കൊണ്ടുവരേണ്ടിയിരുന്നത്. ഞാൻ ഈ സംസാരിച്ചിരുന്നപ്പോൾ എനിക്ക് അതങ്ങ് വിട്ടുപോയി. ഞാൻ അതിനെ ഈ ഒറിജിനൽ സാധനത്തിനെ ഞാൻ അങ്ങ് കൊണ്ടുപോയി. ഇവിടെയും പ്രോസസ്സ് നടക്കുന്നേ ഉള്ളൂ. ഇവിടെ ഈ മെമ്മറി ഓഫ് കിടക്കുന്നതുകൊണ്ടാണ് പ്രശ്നം. അതങ്ങനെ ചെയ്ത് മറ്റൊരു വെർഷൻ കിട്ടും. നമ്മളത് പലയിടത്തും നോക്കിയിട്ടുണ്ടല്ലോ. അങ്ങനെ നമ്മൾ ഈ ക്ലിയർ ആണ്. നമ്മൾ ഈ ആ മെമ്മറി ഓഫ് ചെയ്തിട്ട് ചാറ്റ് GPT വെച്ചാണോ, അല്ലെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽ അല്ലാതെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും അല്ലേ? ഇതെന്താണ് ഈ മെമ്മറി ഓഫ് ആവണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊരു പുതിയൊരു അനുഭവമാണ്. തനിയെ ഓഫ് ആയതാണോ എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഇതിനകത്ത് അങ്ങനെ എന്താ വെച്ചാൽ നമ്മുടെ ഇത് വീഡിയോ എന്തെങ്കിലും നമ്മുടെ ഡീറ്റെയിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫുൾ മെമ്മറിയിൽ അവിടെ കിടക്കും. ആക്ച്വലി ഇത് മെമ്മറി ഓഫ് ചെയ്യുന്നതാണ് നല്ലത്. അല്ല ടീച്ചർ, ഞാൻ ചോദിച്ചത് എങ്ങനെയാ മെമ്മറി ഓഫ് ചെയ്യണേ? ഇതിപ്പോ അതെനിക്കും മെമ്മറി ഡൗട്ട്. ഓഫ് എന്ന് പറഞ്ഞ് ഞാനും കണ്ടപ്പോഴാണ് ഞാൻ ആദ്യമായിട്ടാ ഞാനും ആദ്യമായിട്ട് ഞങ്ങളുടെ കാണുന്നത്. ഞങ്ങൾക്കൊന്നും ഇല്ല. അതെ, എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഒരു എറർ വന്നതായിരിക്കും. ഇപ്പോൾ ടീച്ചർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇതെല്ലാം എൻ്റെ വർക്കുകളാണ്, ചെയ്തിട്ട സാധനങ്ങളാണ്. താഴെ കാണുന്നില്ലേ? ആ നമുക്ക് അങ്ങനെ ഒരു സംവിധാനം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. കാരണം നമുക്ക് വർക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ. നമ്മുടെ പ്രൈവസി എന്ന് പറയുന്ന സാധനമാണല്ലോ ടീച്ചർ ഉദ്ദേശിച്ചത്, അല്ലേ? അല്ലേ? അതെ. പ്രൈവസി എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഫോണുണ്ട്. നമുക്കത് എത്രത്തോളം പ്രൈവസി നമുക്ക് വിശ്വസിക്കാൻ നമുക്ക് നിവൃത്തിയില്ല. നമ്മൾ ഫോട്ടോ എടുക്കുന്നു, ഫാമിലി ഫോട്ടോ എടുക്കുന്നു, എല്ലാം ഫോണിലെടുത്ത് സൂക്ഷിച്ച് നമ്മളൊരു വിശ്വാസത്തിൽ അങ്ങ് പോകണമെന്നേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം അങ്ങനെ എനിക്കൊരു പ്രോംപ്റ്റ് കിട്ടി. അതായത് നിങ്ങൾക്ക് ചാറ്റ് ജിപിറ്റിയോട് നമ്മൾക്ക് നമ്മുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കാനുള്ള ഒരു പ്രോംപ്റ്റ് ആണ്, ആരോ അയച്ചു തന്നാണ്. ഉം, ഉം. ഞാനത് ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് തൊട്ടുള്ള എന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ എന്തൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത്, എന്റെ ഡീറ്റെയിൽ, എന്റെ ഫാമിലി, ഞാൻ സെർച്ച് ചെയ്ത കംപ്ലീറ്റ് ഓ ഡീറ്റെയിലിങ്. അപ്പം അന്നേരമാണ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അറിയാതെ പോലും ഈ അതിനകത്ത് പോയാൽ അത് ഫുൾ ഗൂഗിളിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. അതെ അതെ. ഈ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു സാധനമാണ്. അത് പണ്ട് അതിൽ വർക്ക് ചെയ്തിട്ട് ഇറങ്ങിയ ഒരാൾ ഇന്റർവ്യൂവിൽ കേട്ടപ്പോൾ അയാൾ പറയും, കാരണം നമ്മളെല്ലാം ഫ്രീ ആണ് നമുക്ക് തരുന്നത്. ഇമെയിൽ ഫ്രീ, നമ്മളെ ഈ ഫെസിലിറ്റി എല്ലാം നമ്മൾ ഫോണിൽ അതൊക്കെ ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാ സാധനവും അതിലും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഈ എന്തോ ആമസോൺ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം. നമ്മൾ സാരിയുടെ കാര്യം സംസാരിച്ചിട്ടായിരിക്കും ആമസോണിൽ എല്ലാം ക്ലിക്ക് ചെയ്യണം. നോക്കുമ്പോൾ നമ്മുടെ അത് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ അങ്ങനെ സംഭവം വല്ലാത്ത രീതിയിലാണ് പോകുന്നത്. നമുക്ക് ഇത്ര കാലം ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും, നമ്മളങ്ങ് പോകും. ഒരു വിശ്വാസത്തിൽ അങ്ങ് പോവുക എന്നുള്ളതേ ഉള്ളൂ. അത് ഭയങ്കരമായിട്ട് സത്യമാണ്. നോക്കാന്ന് വെച്ച് നമ്മള് വീട്ടിൽ എന്തെങ്കിലും ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ യൂട്യൂബ് നോക്കുമ്പോ ആ മാറ്ററിനെ പറ്റിയിട്ടുള്ള അതെ അതെ ചാനൽ അതെ. വരും. അതുകൊണ്ട് കൃത്യമായിട്ട് ഞാൻ ഈ പറയുന്നതൊക്കെ ഫോണിൽ ചെയ്യുന്നുണ്ട്. അതങ്ങനെയാണ്. അങ്ങനെ എൻ്റെ ഭയങ്കര സേഫ്റ്റി ആയിട്ട് നിൽക്കാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞൂടാ. ഇതിനിടയ്ക്ക് ഈ ഹോറോസ്കോപ്പ് ചോദിച്ചുകൊണ്ട് ഒരുപാട് ഈ ആപ്പ് ഉണ്ടല്ലോ. ഉം. അപ്പൊ അത് അവരും വെച്ചിട്ട് ഈ ചോദിക്കും. അത് ഈയിടെ ഞാൻ ഒരു ഇടത്ത് കണ്ടതാണ്. ആ ഒരു ബാങ്കിലെ അക്കൗണ്ടിലെ പൈസ മൊത്തം എടുത്തു. ബിക്കോസ് ഈ ഹൊറോസ്കോപ്പ് കൊടുക്കുമ്പോൾ ഡീറ്റെയിൽ അതിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം അതിന് കിട്ടുക. ഫോൺ നമ്പർ അത് ആയിരിക്കുമല്ലോ അവർ വെച്ച് ഇതിനൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഫോൺ നമ്പറും ഉം. കിട്ടും. ഫോൺ നമ്പർ അല്ല, ഡേറ്റ് ഓഫ് ബർത്ത് അല്ലേ നമ്മുടെ കൂടുതലും ഈ അക്കൗണ്ട് ട്രാൻസാക്ഷന്റെ ഈ OTPയിലൊക്കെ കൂടുതൽ അതെ ഉപയോഗിക്കുന്നു. അതെ അതെ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ടീച്ചർ സംശയം ചോദിച്ചു. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ പലതരം പകർപ്പ് നമുക്ക് പലതരം മോഡലിൽ തയ്യാറാക്കി കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കൊടുക്കാം. അപ്പം അങ്ങനെ ചെയ്യുന്നത് വഴി കുട്ടിക്ക് പരീക്ഷാ പേടിയൊക്കെ മാറും. വളരെ ഈസി ആയിട്ട് പോയി പരീക്ഷാ ഹാളിൽ പരീക്ഷ എഴുതും. ഇനി നോട്ട് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? നോട്ട് ഞാൻ ഓൾറെഡി നമ്മുടെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ടെൻഡർ ടച്ച് എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ നമ്മുടെ കയ്യിൽ പലതരത്തിലുള്ള പല കമ്പനികളുടെ നോട്ടൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് അതൊന്ന് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള കണ്ടന്റ് മാത്രം എടുത്ത ഒരു ക്വസ്റ്റ്യൻസ് ആക്കി നമ്മളായിട്ടുള്ള രീതിയിൽ കൊടുക്കാം. നമ്മളിപ്പോൾ ഞാനിതാണ് ഞാൻ എടുത്തു വച്ചേക്കുന്നത്, ടെൻഡർ ടച്ച് എന്ന് പറയുന്ന പാഠത്തിൻ്റെ. അതിനകത്ത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്.
ഒത്തിരി കാര്യങ്ങൾ, പുതിയ വേർഡ്സ് പരിചയപ്പെടുത്തുന്ന സെക്ഷനുണ്ട്, ഈ ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങളുണ്ട്, അതിൻ്റെ മലയാള അർത്ഥമുണ്ട്, അങ്ങനെ പലതും മിക്സ് ചെയ്ത് കാണുന്ന ഒരു ഇതാണ്. അപ്പം ഇതൊന്ന് നമ്മുടെ ആവശ്യമുള്ള കണ്ടന്റ്, എനിക്കിപ്പം ചോദ്യോത്തരങ്ങൾ എന്ന് പറയുന്നത് മാത്രം മതി, അത് മാത്രം. ലെറ്റ്സ് ആൻസർ എന്ന് പറഞ്ഞ ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവും മാത്രമായിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ സൈഡിലായിട്ട്. അത് മാത്രം ഞാൻ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് ഒരു സെപ്പറേറ്റ് ഒരു ഉം, ഇതാക്കി മാറ്റാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ പ്ലാൻ അതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ PDF സെലക്ട് ചെയ്യാം. ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞത് ഇതെങ്ങനെ PDF ആക്കും എന്നുള്ളതാണ്. കാരണം അതിന് എനിക്ക് ഫോൺ വേണം. സിമ്പിൾ പ്രോംപ്റ്റ് ആണ് കൊടുക്കുന്നത്. എക്സ്ട്രാക്ട് ഓൾ ആൻഡ് ആൻസർ ഓൾ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് എക്സ്ട്രാക്ട് ചെയ്ത് ആ PDF നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് ലെറ്റ്സ് ഡിസ്കസ് എന്നാണ് അതിൽ ഓരോന്നിലും കൊടുത്തേക്ക്. ആ ഓരോ ക്വസ്റ്റ്യന് അതിൻ്റെ ആൻസർ, ക്വസ്റ്റ്യന് അതിൻ്റെ ആൻസർ, ഓരോ ക്വസ്റ്റ്യന് അതിൻ്റെ ആൻസർ, ഇത് നമുക്ക് എടുക്കാം. ഇനി ഇതിൽ എന്ത് മാറ്റം നമുക്ക് വരുത്താം? ഇനി എനിക്കിതിനകത്ത് കൂടുതൽ കണ്ടന്റ് വരുത്താം, എനിക്ക് കൂടുതൽ എലോബറേറ്റ് ചെയ്യണം, മറ്റെന്തെങ്കിലും ഒക്കെ ആവശ്യമുള്ള, അല്ലെങ്കിൽ മറ്റൊരു നോട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് ബെറ്റർ, ഇതിനേക്കാളും നല്ലൊരു റിസൾട്ട് എനിക്ക് തരാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ആവശ്യപ്പെടാം. അങ്ങനെ ഓരോരുത്തരുടെ ഭാവന അനുസരിച്ച് ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ഇങ്ങനത്തെ ചെറിയൊരു പ്രോംപ്റ്റ് കൂടെ കൊടുത്ത് ഇതിനൊന്ന് വലുതാക്കാം. അങ്ങോട്ട് അപ്പോൾ ഓരോന്നായിട്ട് എലാബറേറ്റ് ചെയ്ത് ഇങ്ങനെ നമുക്ക് കിട്ടി. ഇതിനെ നമുക്ക് പറഞ്ഞ പോലെ അവിടെ കൊണ്ടുപോയി സേവ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഉപയോഗം. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്ന രണ്ട് സെയിം പാറ്റേൺ ആയിരുന്നു, രണ്ടും ChatGPT ക്കാണ് കൊടുത്തത്. ChatGPT അതിൻ്റെ രീതിയിൽ കൈകാര്യം ചെയ്ത് തിരിച്ചു തന്നു. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, നമ്മൾ ചെയ്ത ഈ ഇത്രയും സെക്ഷനിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയണം. ഇത് ഈ രണ്ട് മനസ്സിലായി. ആ പറയണം. ഇത് മനസ്സിലായി. പിന്നെ ആ എനിക്ക് അല്ലാതൊരു ചോദ്യമാണ്, ഈ പിന്നെ ആ ലേബർ ഇന്ത്യയുടെ ആ ഓൺലൈൻ നോട്ട് എങ്ങനെ കിട്ടിയത്? പൈസ കൊടുത്ത് വാങ്ങിച്ചു. ഞാൻ അവരുടെ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട്. ഓ, ഓക്കെ ഓക്കെ, അത്രയും സർ. അങ്ങനെ കാരണം ഇപ്പോൾ ഈ വർഷം പുതിയൊരു സംവിധാനം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാ ക്ലാസ്സിൻ്റെയും നോട്ട് സക്സസ് ആവുമെന്ന് അറിയത്തില്ല. 1 മുതൽ 4 വരെ ഈ വർഷം ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. ട്രൈ ചെയ്ത് തുടങ്ങി, പക്ഷേ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു, എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട്. സക്സസ് ആവുകയാണെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്പെടും. ഓക്കെ. അതിൻ്റെ ഭാഗമായിട്ട് എടുത്തതായിരുന്നു. ഇനി നമുക്ക് റിസർച്ച് ടൂൾ എന്ന് പറഞ്ഞൊരു ചെറിയൊരു സെക്ഷൻ, ഇതും വലിയൊരു സംഭവമൊന്നുമല്ല. പെർപ്ലക്സിറ്റി എന്ന് പറയുന്ന ഒരു സൈറ്റ്, അതിൻ്റെ സഹായത്താൽ നമ്മളെ സ്കൂളിലെ നമ്മൾ ഫേസ് ചെയ്യുന്ന കുറച്ച് ഒരു 10ഓളം സബ്ജക്റ്റുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരെണ്ണം പറയുകയാണെങ്കിൽ, ടീച്ചർ സ്ട്രഗിൾസ് ടു കീപ് ദ ക്ലാസ് ക്വയറ്റ് ആൻഡ് ഫോക്കസ്. ഒരു ടീച്ചർ സ്ട്രഗിൾ ചെയ്യാണ് ക്ലാസ്സിൽ, ഒരു പ്രശ്നം, അതൊരു ടീച്ചറിൻ്റെ മുന്നിൽ വരുന്ന ഒരു പ്രശ്നമാണ്, പല പല കാരണങ്ങൾ കൊണ്ടാവാം. അപ്പോൾ അതിനൊരു പ്രോംപ്റ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഈ പെർപ്ലക്സിറ്റി എന്ന് പറയുന്ന മറ്റൊരു വെബ്സൈറ്റ്, ആ വെബ്സൈറ്റിലോട് നമ്മൾ ചോദിക്കുകയാണ് അതിനെങ്ങനെ ആ ഇഷ്യൂവിനെ സോൾവ് ചെയ്യാം. അതൊരു റിസർച്ച് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒത്തിരി റിസർച്ച് ചെയ്യും. പെർപ്ലക്സിറ്റി ഇതിൻ്റെ ഒരു ഉസ്താദാണ്. ഇങ്ങനത്തെ ഒരു കോമൺ ഇഷ്യൂസിനെ
അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഇതിനേക്കാളും കുറച്ചും കൂടെ പെയ്ഡ് ആയിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് ഇത്രത്തോളം റിസൾട്ട് നമുക്ക് ഫൈൻ ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും പറയും ആക്ടിവേറ്റ് ചെയ്യാൻ പറയും, പ്രോ വേർഷൻ ആക്ടിവേറ്റ് ചെയ്യാൻ പറയും. അപ്പോഴത്തേക്കും നമ്മൾ നിർത്തും. ഞാൻ ആ ടോപ്പിക്ക് ഇവിടെ കൊടുക്കുകയാണ്. ടീച്ചേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. വെറുതെ ഒരു ഇതിന് വേണ്ടിയിട്ട്, ഒരു സ്റ്റഡിക്ക് വേണ്ടി, ഒരു റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് കൊടുത്ത് പെർപ്ലക്സിറ്റിയിൽ കൊടുത്തു. ഇത് ചാറ്റ് ജി പി ടിയിൽ കൊടുക്കാം. ഏഹ്, ഏം, മറ്റേ ക്ലൗഡ് കുറച്ചും കൂടെ ബെറ്റർ ആണ്. അതിൽ നല്ലൊരു റിസൾട്ട് തരും. പലതരം പ്രശ്നങ്ങൾ, നമ്മുടെ ചുറ്റും കാണുന്ന പല പ്രശ്നങ്ങൾ ഇതുപോലെ നമുക്ക് ഈ എ ഐ ടൂളുകളോട് ചോദിച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നല്ല ആൻസേഴ്സ് ഒക്കെ കിട്ടും. അപ്പോൾ അതിനകത്ത് കാണുന്ന എല്ലാ സിനാരിയോസും ഒന്ന് നോക്കിയോ? ഒത്തിരി ഇട്ടിട്ടുണ്ട്. സ്റ്റുഡൻസ് മോട്ടിവേഷൻ, കോൺഫ്ലിക്റ്റ് വിത്ത് പാരൻസ്, അങ്ങനെ കുറച്ച് ഇതുണ്ട്. അത് നിങ്ങളൊന്ന് സമയം കിട്ടുന്ന മുറയ്ക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഒരു 10 സിനാരിയോസ് ഉണ്ട്. ഒരെണ്ണം ഞാൻ വെറുതെ ഒന്ന് സാമ്പിൾ നോക്കിയാണ്. അപ്പോൾ ഇതിനകത്ത് ക്ലാസ് റൂം മാനേജ്മെൻറ്റ്, ഓഡിറ്റ്, ഇവാലുവേറ്റ്, അത് ഓരോ സ്റ്റെപ്പായിട്ട് നമ്മളടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് ഞാൻ ആദ്യത്തെ സ്റ്റെപ്പിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അതിൻ്റെ കേസസ്, എഫക്റ്റ് ഓൺ ലേണിംഗ്, പ്രാക്ടിക്കൽ സ്ട്രാറ്റജീസ്, ക്ലാസ് റൂം മാനേജ്മെൻറ്റ് മൂവ്സ് എന്ന് പറഞ്ഞ ഓരോ, അതിൻ്റെ ഫർദർ നമ്മൾ കൊടുക്കും തോറും ഇതിൽ ഓരോ സ്റ്റെപ്പ്, ഫോളോ അപ്പ് സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യും തോറും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. യൂസ്ഫുൾ എക്സാമ്പിൾ വായിച്ചു നോക്കി സമയം എടുത്ത് ചെയ്യേണ്ട സാധനമാണ്. ക്രിയേറ്റ് എ 4 വീക്ക് ക്ലാസ് റൂം മാനേജ്മെൻറ്റ് ഓഡിറ്റ് ആക്ഷൻ. അവർ പറയുന്ന ആ രീതിയിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വ്യത്യാസം വരും. ഉണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞു അപ്ഗ്രേഡ് ടു പ്രോ എന്ന് പറഞ്ഞ സാധനം വരും. അതങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അത് ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏത് വിഷയങ്ങൾ നമുക്ക് ഉണ്ടെങ്കിലും ചെയ്യാൻ പറ്റും. ഇത് ചാറ്റ് ജി പി ടിയിലും ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു സ്ഥലമാണ് ഈ പെർപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഇതിൻ്റെ ഇടയിൽ ഒന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. അതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. സേവ് ചെയ്തു, അത് സമയം കിട്ടുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി, റിസർച്ച് ടൂൾ. അപ്പോൾ ഞാനൊന്ന് എൻ്റെ മൊബൈലിലോട്ടൊന്ന് ജമ്പ് ചെയ്യട്ടെ. മൊബൈലിലോട്ട് വരുമ്പം ഈ ഹോളിങ് വരും. B3 QP ക്ലാസ് റൂം ഇല്ല. ക്വസ്റ്റ്യൻ പേപ്പർ ക്ലാസ് റൂമിൽ ഇല്ലേ? ആര് പറഞ്ഞില്ല? ഇല്ലേ ടീച്ചേഴ്സ്? ഇതായിരിക്കില്ലേ സ്റ്റാൻഡേർഡ് 2 ക്വസ്റ്റ്യൻ പേപ്പർ, ടെൻഡർ ടച്ച് രണ്ടും ഉണ്ട്. കണ്ട ടീച്ചർ സ്റ്റാൻഡേർഡ് 2 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഞാനിതിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. സ്ക്രീൻ ഷെയറും സ്റ്റോപ്പ് ചെയ്യുന്നു, റെക്കോർഡിങ്ങും സ്റ്റോപ്പ് ചെയ്യണം. ഇനി നമ്മൾ ഫോണിലാണ് കാണുന്നത്.